നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ആശ്വാസം തേടുന്ന അനുനയം. DCC പുനഃസംഘടനയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഉമ്മൻചാണ്ടിയെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ചർച്ച ഇന്ന്. അനുനയ ചർച്ചകൾക്കായാണ് ഡൽഹിയിൽ എത്തുന്നതെങ്കിലും വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉമ്മൻചാണ്ടി. സംഘടനാ തിരഞ്ഞെടുപ്പ് വേണമെന്ന ആവശ്യം കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും. പാർട്ടി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ താഴെത്തട്ടു മുതൽ KPCC വരെ ഉടൻ സംഘടനാ തിരഞ്ഞെടുപ്പ് അത്യാവശ്യം. കേരളത്തിലെ പ്രതിപക്ഷ സമരങ്ങൾക്ക് അച്ചടക്കവും ജനപങ്കാളിത്തവും വേണം. DCC പുനഃസംഘടനയിൽ ലഭിക്കാത്ത പ്രാതിനിധ്യം സംഘടനാ തിരഞ്ഞെടുപ്പിൽ A ഗ്രൂപ്പിന് ലഭിക്കണമെന്നും ഉമ്മൻചാണ്ടിയുടെ ഉന്നം. ഉമ്മൻചാണ്ടിയുടെ ഡൽഹി യാത്രയോടെ പാർട്ടിയിൽ ഇപ്പോഴുണ്ടായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിൽ സംസ്ഥാന നേതൃത്വം. ഹൈക്കമാൻഡ് ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്ന ചെന്നിത്തലയും കോൺഗ്രസിലുള്ളത് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമെന്ന സുധീരനും. നേതാക്കൾ തമ്മിലടി നിർത്തി പാർട്ടിയെ ശക്തിപ്പെടുത്തണമെന്ന് AK ആന്റണി. തലമുതിർന്ന താമരയോഗം. വിദ്വേഷ പ്രസ്താവനയെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കും അഭിപ്രായ ഭിന്നതകൾക്കുമിടെ BJP നിർണായക നേതൃയോഗങ്ങൾക്ക് കോട്ടയത്ത് തുടക്കം. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയമടക്കം ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ മുഖ്യ അജണ്ട. AN രാധാകൃഷ്ണന്റെ പ്രസ്താവനയ്ക്കെതിരെ CK പത്മനാഭൻ പരസ്യമായ രംഗത്ത് വന്നതും ചർച്ചയാകും. കലങ്ങിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യങ്ങൾ നേതൃയോഗങ്ങളിലും പ്രതിഫലിക്കുമെന്ന് ഉറപ്പ്. അനൌദ്യോഗിക നേതൃയോഗങ്ങൾ രാവിലെ തുടങ്ങുമെങ്കിലും നിർണായക കോർ കമ്മിറ്റി യോഗം വൈകിട്ട് 3-ന്. തുടർന്ന് സംസ്ഥാന ഭാരവാഹി യോഗവും അടുത്ത ദിവസം സംസ്ഥാന കമ്മിറ്റി. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി ഘടകങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ താഴെത്തട്ടിലേക്ക് എത്തിക്കാനുള്ള കർമ്മ പരിപാടികളും നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. സംസ്ഥാന കൗൺസിലിൽ കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡുവും പങ്കെടുക്കും. ഉത്തരം തേടി UP-യിൽ സമാജ്വാദി തർക്കം എങ്ങുമെത്താതെ തുടരവേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാർ മോഡൽ വിശാല സഖ്യത്തിന് സാധ്യത. കോൺഗ്രസിനെയും ചെറുകക്ഷികളും ഒപ്പം കൂട്ടി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ അഖിലേഷ് പക്ഷം. സഖ്യസാധ്യത തേടി അഖിലേഷുമായി ഗുലാം നബി ആസാദിന്റെ ചർച്ച. സമാജ്വാദി കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രഖ്യാപനം അടുത്തയാഴ്ച ഉണ്ടാകുമെന്ന സൂചന. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉപാധ്യക്ഷനുമായി അഖിലേഷിന്റെ ചർച്ച ഉടൻ. ആകെയുള്ള 404 സീറ്റിൽ കോൺഗ്രസ് ഉന്നമിടുന്ന 100 സീറ്റുകളിൽ 90 സീറ്റെങ്കിലും ലഭിക്കുമെന്ന സൂചന. രാഷ്ട്രീയ ലോക്ദളിന് 22 വരെ സീറ്റ് നൽകിയേക്കും. സഖ്യ ചർച്ചകൾ പുരോഗമിക്കവേ മത്സര ചിഹ്നം സംബന്ധിച്ച തർക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലാതെ അഖിലേഷും മുലായവും. സൈക്കിൾ ചിഹ്നത്തിൽ ഇരുവരും അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം മരവിപ്പിക്കുമെന്ന സൂചന. കലയുടെ കേളിക്കാലം. കൗമാരകലയുടെ മഹോത്സവത്തിന് കണ്ണൂരിൽ ചിലമ്പൊലി തുടക്കം. 57ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വരവറിയിച്ച് പതാക ഉയർത്തിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ KV മോഹൻകുമാർ. മേളയുടെ 20 വേദികളിലായി മാറ്റുരയ്ക്കുന്നത് 12,000 കൗമാര പ്രതിഭകൾ. കണ്ണൂരിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയും സാംസ്കാരിക പൈതൃകവും വിളിച്ചോതുന്ന ഘോഷയാത്ര ഉച്ചയ്ക്ക് 2-ന്. കലാമേളയുടെ ഔപചാരിക ഉദ്ഘാടനം 5-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഗായിക KS ചിത്ര മുഖ്യാതിഥി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.